തന്റെ ഭാര്യയുടെ മക്കളുടെ മുന്നിലേക്ക്, തന്റെ കുടുംബക്കാരുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ നല്ലവനെ പോലെ നല്ലവനാണെന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. പക്ഷേ തന്റെ രഹസ്യമായ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരികളെ പോലെ പടച്ചവനെ തോന്നിവാസങ്ങൾ കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ, നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ജീവിക്കണേ. വലിമൻ മഖാമ റബ്ബിഹി ജന്നതാൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുന്നു, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ, അതാ കള്ളു കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, വ്യഭിചരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അടിച്ചു പൊളിച്ച് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ സൗകര്യവും തന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് ചെയ്യുവാനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവേ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു പോകണമല്ലോ, ആര് കണ്ടില്ലെങ്കിലും എന്റെ റബ്ബ് കാണുമല്ലോ, ആ പടച്ചവൻ നമ്മളെ വിചാരണ ചെയ്യുമല്ലോ, ആ പടച്ച റബ്ബിനോട് കണക്ക് പറയണമല്ലോ എന്ന് ഭയന്നുകൊണ്ട് പടച്ച റബ്ബിനെ ഭയന്നുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞാൽ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. അവന് രണ്ട് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ എന്റെ മുന്നിലിരിക്കുന്നവരോട് പറയുകയാ, രഹസ്യമായ കാര്യത്തിലും നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണേ, പരസ്യമായ കാര്യങ്ങളിലും നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് പരസ്യമായി തെറ്റുകൾ ചെയ്യാൻ നമുക്ക് പേടിയാണ്. അല്ലാഹുവിനെ പേടിച്ചില്ലെങ്കിലും നാട്ടുകാരെ ഭയമാണ്. കുടുംബക്കാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, മാതാപിതാക്കളെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി പാപം ചെയ്യാൻ നമ്മളിൽ പലർക്കും പേടിയാ. പക്ഷേ രഹസ്യമായ തെറ്റ് ചെയ്യുമ്പോ പടച്ചവനെ പേടിയില്ലാതെ തെറ്റുകൾ ചെയ്യുന്നവരെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ രഹസ്യമായ ജീവിതത്തില് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള മാർഗം എന്തെന്നറിയോ? ഉസ്താദേ, റൂമിനകത്തിരിക്കുമ്പോ മൊബൈൽ എടുക്കുമ്പോ യഥാ പടച്ചവനെ കമ്പ്യൂട്ടർ ഓണാക്കുമ്പോ ആവശ്യമില്ലാത്തത് കാണുകയാണ്, പറയുകയാണ്, കേൾക്കുകയാണ്, ചെയ്യുകയാണ്. എനിക്ക് നന്നാകണമെന്നുണ്ട് പടച്ചവനെ, എനിക്ക് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കുന്ന മനുഷ്യ, നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്തെന്നറിയുമോ? രഹസ്യമായ ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനുമില്ലല്ലോ. എല്ലാവർക്കും നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്. കള്ളു കുടിച്ച് നടക്കുന്നവന് പടച്ചവനെ ഇതൊന്ന് നിർത്തണം തമ്പുരാന്, എനിക്ക് നന്നാകണം തമ്പുരാന്, എനിക്ക് റബ്ബിനെ പേടിച്ച് ജീവിക്കണമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ തെറ്റ് ചെയ്യുന്ന മനുഷ്യനും നന്നാകാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ കഴിയുന്നില്ലല്ലോ, പിന്നെയും അതിലേക്ക് തന്നെ പെട്ടുപോകുകയാണല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? പടച്ചവനെ തെറ്റുകൾ ചെയ്യുന്നതിൽ നിന്ന്, പാപങ്ങൾ ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള വഴി എന്തെന്നറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പരസ്യമായിട്ട് ഇപ്പൊ നിങ്ങളൊക്കെ കാണിക്കാൻ ഞാൻ വീഡിയോ വലിക്കോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യോ? കാരണം നിങ്ങളുടെ പള്ളിയിലെ ഇമാമ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മോശമല്ലേ? പക്ഷേ പടച്ചോനെ, ഞാൻ റൂം അടച്ചിട്ട് കയറി അകത്തിരുന്ന് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ, നിങ്ങൾ ആരും കാണുന്നില്ല, അവിടെ ആരുമില്ല, എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നു. അപ്പൊ രഹസ്യമായ കാര്യത്തിലും പരസ്യമായ കാര്യത്തിലും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹിനെ ഭയന്നു വേണം ജീവിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഈ രഹസ്യമായ ജീവിതത്തിൽ ഉസ്താദെ മൊബൈൽ എടുത്ത് വെച്ച് ചുമ്മാതിരിക്കുമ്പോൾ പലതും കാണുന്നുണ്ട്. ചിലപ്പോൾ സിനിമ കാണും, ചിലപ്പോൾ കോമഡി കാണും, ചിലപ്പോൾ പാട്ട് കേൾക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഒറ്റയ്ക്കിരിക്കുന്ന രഹസ്യമായിട്ടുള്ള ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പാപങ്ങൾ ചെയ്തു പോകുന്നു. ഉസ്താദെ ഒന്ന് നന്നാകണം. നമുക്കെല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ്. അള്ളാഹു നമ്മുടെ ആഗ്രഹം അള്ളാഹു സാധിപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രഹസ്യമായ ജീവിതത്തിൽ തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ വഴി ദുനിയാവിലെയും ആഖിറത്തിലെയും അനന്തര ഫലത്തെക്കുറിച്ച് നീ ചിന്തിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ രഹസ്യമായിട്ടുള്ള ജീവിതത്തിൽ നിനക്ക് തെറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ, ഈ രഹസ്യമായ ജീവിതത്തിലെ തിന്മകളുടെ അനന്തരഫലം, അല്ലാ ഞാൻ ഇതൊക്കെ ചെയ്താൽ ഈ ദുനിയാവിൽ കിടന്നുകൊണ്ട് കള്ളു കുടിക്കുകയും വ്യഭിചരിക്കുകയും പലിശ തിന്നുകയും പാപം ചെയ്യുകയും അള്ളാഹുവിനെ മറന്നുകൊണ്ട് ഞാനിങ്ങനെ ജീവിച്ചാൽ എനിക്ക് എന്താ വരാൻ പോകുന്നത് എന്ന് ചിന്തിച്ചാൽ മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരൊക്കെ ചിന്തിച്ചു നോക്കണം. പടച്ചോനെ, ഞാൻ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവേ എൻ്റെ അവസ്ഥ എന്തായിരിക്കും? എൻ്റെ ദുനിയാവിലെ ജീവിതം എങ്ങനെയാണെങ്കിൽ നാളെ പരലോകത്ത് ഞാൻ കടന്നു ചെല്ലുമ്പോൾ എങ്ങനെ ആയിരിക്കും അല്ലാ എൻ്റെ അവസ്ഥ? എൻ്റെ മരണം, എൻ്റെ ഖബറ്, എൻ്റെ പരലോകം, എൻ്റെ സിറാത്ത്, എൻ്റെ മീസാന്, അള്ളാഹുവേ ഈ സാഹചര്യങ്ങളിൽ ഞാൻ എങ്ങനെ ആയിരിക്കും? ദുനിയാവിൻ്റെ വിഷയങ്ങൾ, നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അനന്തരപരമായി നമുക്കുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കള്ളു കുടിക്കുമ്പോൾ ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് വലിക്കാൻ പാടില്ല, എന്നിട്ടും വലിക്കണില്ലേ? കള്ളു കുടിക്കുന്നവനറിയാം ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രയാസം എന്താ. എന്നാലും ഇതുപോലെ നമ്മൾ അനന്തര ഫലത്തെക്കുറിച്ചാണ് റബ്ബേ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരു അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി, അല്പനേരത്തിന് സുഖത്തിന് വേണ്ടി നാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് നാളെ വരാൻ പോകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ആലോചിക്ക്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. പടച്ചോനെ, ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചു പോകുന്നതെങ്കിൽ, എനിക്ക് മരണം വന്നു പോകുന്നതെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു, ജ്യേഷ്ഠന്റെ മയ്യത്ത്, ജ്യേഷ്ഠന്റെ കൂടെ പഠിച്ച, എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ പഠിച്ച, ജ്യേഷ്ഠന്റെ 3 വീടിനകത്ത് വന്നിരുന്ന് ദുആ ചെയ്ത ഒരു ഉസ്താദ് ഇന്നലെ മരണപ്പെട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവര്, വലിയ പ്രായമൊന്നുമില്ല, 40 വയസ്സ്. അദ്ദേഹത്തിന് 40 വയസ്സ്. ബിലാൽ മൗലവി എന്ന് പറയും, പത്തനാപുരത്തുള്ളതാ. അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസ്കാരം കഴിഞ്ഞ് ബയാൻ നടത്തിയിട്ട് 3 ദിവസം ജമാഅത്ത് പോയിട്ട് അദ്ദേഹം ബയാൻ നടത്തിയിട്ട് വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോ പത്തനംതിട്ടയ്ക്ക് അപ്പുറത്ത് വെച്ച് ചെറിയൊരു നെഞ്ചുവേദന ഉണ്ടായി. കാര്യമാക്കിയില്ല. കോന്നി വരെ എത്തിയപ്പോഴത്തേക്കും നെഞ്ചുവേദന വല്ലാതെ കൂടി. അവസാനം അവിടുന്ന് അടൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയുള്ള സഹോദര, നമ്മുടെ സിറാജക്ക പറയുന്ന കേട്ടു, അദ്ദേഹത്തിന്റെ ബയാനിൽ ഞാൻ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കുകയും അവസാനം വണ്ടിയിൽ കയറുമ്പോൾ മുസാഫഹത്ത് ചെയ്യുകയും ചെയ്തു എന്ന് പറയുകയുണ്ടായി. പത്തനാപുരത്തൊരു കോളേജ് നടത്തുന്നുണ്ട്, കുറച്ച് കുട്ടികളെ പഠിപ്പിച്ച് അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ദീനീപരമായിട്ട് ഇൽമു പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഉസ്താദാണ്. 2 ചെറിയ മക്കളുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത്രയും മനുഷ്യന്റെ കാര്യം, നമ്മുടെ അൻസാരി അണ്ണന്റെ സഹോദരൻ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എത്ര പെട്ടെന്ന് ആ മരണം സംഭവിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര പെട്ടെന്ന് ആ മരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ പെട്ടെന്ന് എടുത്തുകൊണ്ട് ബിലിവേഴ്സ് ഹോസ്പിറ്റൽ വരെ പോയുള്ളൂ. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ 3 വരുമ്പോൾ ഷാജിക്ക പറഞ്ഞു, തൊട്ടപ്പുറത്തെ വീട്ടിൽ 29 വയസ്സുകാരൻ, 29 വയസ്സുള്ള ചെറുപ്പക്കാരൻ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു സഹോദരി വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഹോസ്പിറ്റലിൽ 40 വയസ്സുള്ള ഒരു സഹോദരി പെട്ടെന്ന് ബ്ലോക്ക് വന്നിട്ട്, അറ്റാക്ക് വന്നിട്ട് ഇപ്പം ഐസിയുവിനകത്താണ്, ദുആ ചെയ്യാൻ. ഇത്രയേ ഉള്ള മനുഷ്യന്റെ അവസ്ഥ, മരണമിതാ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ചിന്തിക്കണം, പടച്ചോനെ അല്ലാഹുവേ, ഞാൻ ഈ ചെയ്യുന്ന സമയത്ത് മരണപ്പെട്ടു പോയാൽ, ഞാൻ തൗബ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ കണ്ണടഞ്ഞു പോയാൽ, അല്ലാഹുവേ പടച്ചവനെ ഞാൻ എന്ത് ചെയ്യും?
ഞാൻ എന്താണ് ചെയ്യുക, ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ ഒരു ചിന്തയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു മുതൽക്കൂട്ടുകൾ ചെയ്തു വെക്കാൻ കഴിയണം. പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണമെന്നാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ വന്നു കഴിഞ്ഞാൽ കടം വീട്ടാൻ പറ്റുമോ? പൊരുത്തം ചോദിക്കാൻ പറ്റുമോ? അതുകൊണ്ടാ പറഞ്ഞത്, കിടന്നുറങ്ങുന്നതിന് മുമ്പ് കടം എഴുതി വെക്കണം. ആർക്കൊക്കെ കൊടുക്കാനുണ്ട്, കിട്ടാനുള്ളത് എഴുതിയില്ലെങ്കിലും കൊടുക്കാനുള്ളത് എഴുതണം. 3 കാര്യങ്ങൾ ചെയ്തിട്ടേ നീ ഉറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ തന്നെ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഹക്കടപാടുകൾ എഴുതി വെച്ചില്ലെങ്കിലും പെണ്ണും പിള്ളേ എടുത്തെങ്കിലും ഒന്ന് പറയണം. സഹോദര, ഭാര്യയോട് പറയണം, ഞാൻ ഇത്ര രൂപ ഇന്ന ആൾക്ക് കൊടുക്കാനുണ്ട്. എല്ലാം നമുക്ക് പറയാൻ കഴിയണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മരിച്ചു പോയാൽ അറിയില്ല. കാരണം കടക്കാരനായി മരിച്ചുപോയാൽ, ഹക്കടപാടുള്ള അവസ്ഥയിൽ മരിച്ചുപോയാൽ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അവൻ സ്വർഗത്തിൽ കടക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെ ജമാഅത്തിന്റെ സെക്രട്ടറിയായ അൻസാരി അണ്ണൻ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരൻ മരണപ്പെട്ടു. നാളെ 11 അള്ളാഹു ഖബറിനെ സ്വർഗാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ 3-നാണെന്ന് 3-നോ 7-നോ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നുപോയപ്പോൾ സഹോദരങ്ങളും കുടുംബക്കാരും എല്ലാവരും ഉണ്ട്. തന്റെ പൊന്നുമകളുടെ വിവാഹം അടുത്ത മാസം നിശ്ചയിച്ചിരുന്നതാ. കുടുംബക്കാരെല്ലാവരും ഇരുന്നപ്പോ, സഹോദരങ്ങളൊക്കെ ഒരുമിച്ച് കണ്ടപ്പോ ഞാൻ അൽഹംദുലില്ലാ ഒരല്പനേരം സംസാരിച്ചു. സംസാരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരപ്പം തന്നെ ഷാജി അണ്ണൻ പറഞ്ഞു, ഉസ്താദേ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കുടുംബത്തിലാരോ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞു. വെള്ളിയാഴ്ച ദിവസം, മരിക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ് മരണപ്പെടുന്നത്. കുടുംബക്കാരോട് പറഞ്ഞു, കഹ്ഫ് ഓതാൻ മറക്കരുത്. വെള്ളിയാഴ്ച കഹ്ഫ് ഓതണമല്ലോ, സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതണമല്ലോ. കുടുംബക്കാരോട് പറഞ്ഞെന്ന് പോലും അള്ളാഹു അദ്ദേഹത്തിന് ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, ഞാൻ അദ്ദേഹത്തിന്റെ കൂടപ്പുറപ്പുകളോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണം. അള്ളാഹുവിന്റെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു ജാരിയായ സദഖ നിങ്ങൾ ചെയ്യണം. അപ്പോഴാ അൽഹംദുലില്ലാ നമ്മുടെ പള്ളിയുടെ മുൻഭാഗത്ത് കാണുന്ന ഈ കവാടത്തിൽ ആയത്തുൽ കുർസി വലിയ പ്രതിഫലമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആയത്തുൽ കുർസിയുടെ പ്രതിഫലം എന്താ? ആയത്തുൽ കുർസിയുടെ പ്രതിഫലം അറിയോ? എന്താ പ്രതിഫലം? ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞ് ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5 വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും എന്ത് പാരായണം ചെയ്യണം? ആയത്തുൽ കുർസി ഒന്ന് പാരായണം ചെയ്ത, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യസ്ബഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഈ ആയത്തുൽ കുർസി ഏതെങ്കിലും ഒരു മനുഷ്യൻ 5 വഖത്ത് നമസ്കാരം കഴിഞ്ഞു പറഞ്ഞാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ വേറൊരു മറയുമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഏക ഒറ്റ മറ. സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? സ്വർഗത്തിൽ പോണെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കണം. ദുനിയാവിൽ ഇരുന്നുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. മരിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അപ്പൊ ആയത്തിൽ, ഈ കാണുന്ന ഫ്രണ്ടിലെ ഇവിടെ ഈ കവാടത്തിൽ ഇങ്ങനെ ആയത്തുൽ കുർസി, അൽഹംദുലില്ലാ, ഏതൊരു മനുഷ്യനും പുറത്തു നിന്ന് നോക്കുമ്പോൾ ആയത്തുൽ കുർസി കണ്ടാ ഒന്നും ഓതൂല്ലേ? പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാത്തവൻ ഓതൂല്ലേ ഭാഷണം? ഇതിനകത്ത് കയറി നിസ്കരിക്കാത്തവനും ആ റോഡിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ അറബിയിൽ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കുമ്പോൾ അൽഹംദുലില്ലാ. അപ്പൊ ആ പ്രതിഫലം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ സഹോദരന്റെ ഖബറിലേക്ക് എത്തണം ഇൻഷാ അല്ലാഹ്. അത് പറഞ്ഞ ഉടനെ അൽഹംദുലില്ലാ ഉസ്താദെ, ആ ആയത്തുൽ കുർസി ഞങ്ങൾ എഴുതി തരാം.
അൽഹംദുലില്ലാ ആ കൂടപ്പുറപ്പുകൾ ഏറ്റെടുത്തു. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ, കൂടപ്പുറപ്പുകൾ അല്ലാഹു എല്ലാവർക്കും സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നിനും സമയം കിട്ടണമെന്നില്ല, ഒന്നിനും സമയം കിട്ടണമെന്നില്ല. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിനക്ക് തെറ്റിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, തെറ്റിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറണമെങ്കിൽ നീ എന്തു ചെയ്യണം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ ചെയ്യുന്നതിൻ്റെ അനന്തര ഫലത്തെക്കുറിച്ച് നീ ഓർക്കണം. നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന സാലിം ഇബ്നു അബി ജഅഫർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബൂ ദർദാ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സത്യവിശ്വാസികളുടെ ഹൃദയം ഒരാൾ അവനെ വെറുക്കുന്നതിനെ തൊട്ട് സൂക്ഷിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനവറുകളവിടെന്ന് പറഞ്ഞു തരികയാണ്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരാൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറലാണ്. മറ്റൊരാൾ വെറുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കലാണ്. അതുകൊണ്ട് രഹസ്യമായ ജീവിതമാകട്ടെ, പരസ്യമായ ജീവിതമാകട്ടെ, ഈ ജീവിതത്തിലും വധിച്ചവനെ മാതാപിതാക്കൾ കണ്ടില്ലെങ്കിലും, മക്കൾ കണ്ടില്ലെങ്കിലും, കൂടപ്പുറപ്പ് കണ്ടില്ലെങ്കിലും, കുടുംബക്കാരും നാട്ടുകാരും കൂട്ടുകാരും കണ്ടില്ലെങ്കിലും, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബ് കാണുന്നുണ്ട്. ആ അല്ലാഹു കാണുന്നുള്ള ബോധം നിനക്ക് വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് പാപം ചെയ്യുന്നവരെ നിന്നെ കാണാൻ അല്ലാഹുവുണ്ട്. പടച്ച റബ്ബ് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ കണക്ക് പറയേണ്ടി വരുമല്ലോ. പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിലെത്തുമ്പോ പടച്ച റബ്ബ് നമ്മളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കുമല്ലോ, അതിന് മറുപടി പറയേണ്ടി വരുമല്ലോ എന്നുള്ള ഓർമ്മ നിനക്ക് വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നീ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നാളെ റബ്ബ് നിന്നോട് ചോദിക്കും, പറയേണ്ടി വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രഹസ്യമായ ഓരോ കാര്യങ്ങളും അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മളിപ്പോ ഉലഹിയത്ത് മൃഗത്തെ നോക്കാൻ പോയപ്പോൾ എത്രയോ പേര് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ലോട്ടറി വേണം, 75 ലക്ഷം 75 ലക്ഷം തൊപ്പിയിട്ടിരിക്കണം, എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് വേണോ? അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സഹോദരൻ ഒരാളിൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ, കുറച്ച് പലിശയുടെ പൈസ ഇരിപ്പുണ്ട്, കുറച്ച് പലിശയുടെ പൈസ ഇരിപ്പുണ്ട്, ഒരു 25,000 രൂപ. സത്യം പറഞ്ഞ ഞാനിങ്ങനെ പലിങ്ങനെ മസലൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, പടച്ച റബ്ബേ, ഈ ലോണിലൊക്കെ പെട്ട് കിടക്കുന്ന ആൾക്കാരില്ലേ, ഒരുപാട് പ്രയാസങ്ങളിൽ കഴിയുന്നവരില്ലേ, ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ 25,000 രൂപ ഞാൻ മേടിച്ചു. മസല നോക്കി കഴിഞ്ഞപ്പോൾ ഇപ്പൊ എന്താ പറയുക, എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ ടെൻഷനില്ല. ഒരു 25,000 രൂപ അദ്ദേഹത്തിന് ഇൻട്രൻസ് ഈ പൈസ കൊണ്ട് ബാങ്കിലിട്ടിട്ട് കിട്ടത്തില്ല, അതിനെങ്ങണ്ട കിട്ടിയതാ. ആ 25,000 രൂപ ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ മുബാശക്കാടെ പുറകിൽ ഞാൻ നടക്കാം. കുറച്ചവനെ ഇപ്പൊ ഓന്റെ കയ്യിൽ ഏൽപ്പിച്ചാലല്ലേ രക്ഷപ്പെടാൻ പറ്റൂ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചിന്തിക്കുന്നില്ല. അതിന്റെ മസലെടുത്ത് നോക്കിയപ്പോ അത് കൊണ്ടുപോയി വേറെ ആർക്കെങ്കിലും കൊടുത്താൽ എന്താ, ആ കൊടുത്ത പാപം കൂടെ നമ്മൾ വഹിക്കണ്ടേ? പലിശയ്ക്ക് കൂട്ടി നിൽക്കാന്ന് പറയണ വലിയ സാക്ഷി നിൽക്കുന്നവന് പോലും പാവല്ലേ. നമുക്ക് അങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് നമുക്കൊരു ചിന്തയില്ല, ഒരു സൂക്ഷ്മതയില്ല നമുക്ക്. ഞാനൊരു ഹദീസ് വായിച്ചു, പടച്ചവനെ, മദീനത്ത് മക്ക 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, കള്ളുകുടി നിർത്താറായില്ലേ, കള്ളുകുടി നിർത്താറായില്ലേ. പടച്ചവനെ, ആ ഒരു ആയത്തിറങ്ങിക്കഴിഞ്ഞപ്പോ സ്വഹാബത്ത് വീടിനകത്ത് വെച്ചിരിക്കുന്ന, ഇപ്പം മണിച്ചനൊക്കെ ഞെരിന്ന് ഇറങ്ങിയില്ലേ ഇപ്പൊ ഞാനതിന്റെ പഴയ അദ്ദേഹത്തിന്റെ വീടിന്റെ ഒക്കെ കുഴിയെടുത്തിട്ട് അതിനകത്തുനിന്ന് പൊക്കിയെടുത്ത വാർത്തകളൊക്കെ ഇല്ലേ. അന്നത്തെ ഏറ്റവും വലിയ അബ്കാരിമാരായ സഹാബികൾ ഈ ആയത്തിറങ്ങിക്കഴിഞ്ഞപ്പോ അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന കള്ളുകൾ മുഴുവനും കൊണ്ടുവന്ന് പൊട്ടിച്ചു കളയുകയാ. ഓടയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ കള്ളിങ്ങനെ ഒഴുകിയെന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കള്ളിങ്ങനെ ഓടയിലൂടെ ഒഴുകി അവസാനം ആ ഓടയിൽ നിന്ന് പുല്ലുകൾ കിളിച്ചു.
ആ ഓടയിൽ നിന്ന് പുല്ലുകൾ കിളിച്ചു. ആ പുല്ല് ഒട്ടകം തിന്നു. ആ പുല്ല് ഒട്ടകം തിന്നു. പടച്ചവനെ, ആ കള്ളൊഴുകിയ സ്ഥലത്ത് നിന്ന് കിളിച്ചു വന്ന പുല്ല് കഴിച്ചു ഒട്ടകങ്ങൾ കഴിച്ചതിൻ്റെ പേരിൽ പേടിച്ചിട്ട് കുറെ കാലത്തോളം സ്വഹാബികൾ ഒട്ടകത്തിന്റെ ഇറച്ചി പോലും കഴിക്കാൻ ഭയപ്പെട്ടു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നാലിച്ചേക്ക് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടുന്ന് കിളിച്ചു വന്ന പുല്ല് കഴിച്ച് ഏതൊട്ടകമാണെന്നറിയില്ലല്ലോ. ഒട്ടകങ്ങളൊക്കെ കഴിക്കൂല്ലേ, മൃഗങ്ങൾ കഴിക്കൂലേ? അപ്പൊ കഴിച്ചതിന്റെ പേരിൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി, എന്റെ ഇതായിരുന്നു സൂക്ഷ്മത, ഇതായിരുന്നു ഇതിനാ അള്ളാഹിനെ കുറിച്ചുള്ള പേടി എന്ന് പറയാം. നമുക്കോ ഒരു പേടി നമുക്കില്ല. പടച്ചവനെ, എനിക്ക് നിങ്ങൾക്ക് എന്ത് പേടി? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറഞ്ഞതുപോലെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ ഭാര്യ പറഞ്ഞു, ഇന്ന് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല, ഇന്ന് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല. മഹാനവറുകള് പോയി കാര്യമാക്കിയില്ല, പോയി കുട്ടികൾക്ക് ദർസ് എടുക്കാൻ പോയി, പഠിപ്പിക്കാൻ പോയി. വീട്ടിലേക്ക് തിരിച്ചു കയറി വന്നപ്പോൾ ഭാര്യ ഒരു ചപ്പാത്തി കൊണ്ടുവന്ന് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. മഹാനവറുകൾ ചോദിച്ചു, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ പടച്ചോൻ, ഇതിപ്പോ എവിടുന്ന? അത് നിങ്ങളുടെ സഹോദരൻ അയൽവാസിയാണല്ലോ, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. ആ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. കാരണം എൻ്റെ സമ്പത്തിനെ കുറിച്ച്, എൻ്റെ വീട്ടിലെ പൈസയെ കുറിച്ചും എൻ്റെ വീട്ടിലെ ഭക്ഷണത്തെ കുറിച്ചും എനിക്ക് നല്ല അറിയാം, എങ്ങനെ എവിടുന്ന് വന്നതാ, എങ്ങനെ വന്നതാ. പക്ഷെ എൻ്റെ സഹോദരൻ, അദ്ദേഹം ബൈത്തുൽ മാലിൽ നിന്ന് പൈസ വാങ്ങുന്ന ആളാ, ഉദ്യോഗസ്ഥനാ. അപ്പൊ അദ്ദേഹത്തിന്റെ പൈസയുടെ കാര്യത്തിൽ എനിക്കറിയില്ല, എങ്ങനെയൊക്കെ വന്നതാണ് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ട, ഞാൻ കഴിക്കൂല. ഈ പറഞ്ഞതിനർത്ഥം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് മേടിക്കരുതെന്നല്ല, അത് വേറെ രീതിയിലാണ് ചിന്തിക്കണം മനുഷ്യന്മാര്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ഭാര്യ പറഞ്ഞു, എന്നാ പിന്നെ പാപങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കാം, ഏതെങ്കിലും ഫക്കീറുകൾക്ക് യാചിച്ച് ജീവിക്കുന്നവർ കൊടുക്കാം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, കൊണ്ടുപോയി കൊടുക്കുമ്പോ പറയണം, ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണെന്ന് പറയണം, ഞാൻ കഴിക്കാത്ത ഭക്ഷണമാണെന്ന് കൂടെ നിങ്ങൾ പറയണം, അല്ലാതെ കൊടുക്കരുത്. അങ്ങനെ വീട്ടിലെ സേവക ഈ ഭക്ഷണവുമായിട്ട് യാചിച്ച് നടക്കുന്നവരുടെ കയ്യിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തിട്ട് പറഞ്ഞു, അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കഴിക്കാത്ത ഭക്ഷണമായിതാ, എനിക്ക് വേണ്ട. അന്നത്തെ യാചകന്മാര് പോലും, സുബ്ഹാനല്ലാഹ്, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അന്ന് യാചിക്കാൻ പോകുന്നവന്റെ ഈമാൻ ചിന്തിക്കും. അന്ന് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ മറ്റുള്ളവന്റെ മുന്നിൽ കൈനീട്ടി യാചിക്കുന്നവന് പോലും ഹറാമും ഹലാലും തമ്മിലുള്ള ബന്ധമുണ്ടെന്ന് മനസ്സിലായി. അവരത് കഴിക്കാൻ തയ്യാറായില്ല. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കഴിക്കാത്ത ഭക്ഷണം ഞങ്ങൾക്കും വേണ്ട, തിരിച്ച് വീട്ടിൽ തന്നെ കൊണ്ടുവന്നു, തിരിച്ച് വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ടവര്, ചരിത്രം പറയുകയാ, അവസാനം ഭാര്യ നോക്കുമ്പോ ഇതിപ്പോ ആർക്കും വേണ്ട, ഇങ്ങനെ ഇരുന്നിട്ട് എന്താ കാര്യം? സേവകയെ വിളിച്ചിട്ട് പറഞ്ഞു, കൊണ്ടുപോയി കടലിൽ കളഞ്ഞേക്കാൻ, ഈ വെള്ളത്തിലിട്ടേക്കാൻ പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വന്നപ്പോൾ ചോദിച്ചു, എന്തേ ഭക്ഷണം എന്തേ? അതിതുപോലെ പാവങ്ങൾക്ക് കൊണ്ടുപോയപ്പോൾ അവര് കഴിച്ചില്ല. അവസാനം ഇവിടെ ഇരുന്ന് നശിച്ചു പോകണ്ട എന്ന് കരുതിയിട്ട് അത് കൊണ്ടുപോയി കടലിൽ ഇടാൻ പറഞ്ഞു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു, ഇനി എൻ്റെ വീട്ടിൽ ഞാൻ മീൻ കഴിക്കൂല, ഇനി എൻ്റെ വീട്ടിൽ ഇനി ഞാൻ കഴിക്കൂല മീൻ. കാരണം എന്തേ? ഈ ഭക്ഷണം കൊണ്ടിട്ടപ്പോ ഏതെങ്കിലും മീൻ തിന്നാലോ, ആ മീൻ ഞാൻ തിന്നുകഴിഞ്ഞാൽ എൻ്റെ ദുആ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ, എൻ്റെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് അന്നത്തോടു കൂടി മീൻ തീറ്റി വരെ നിർത്തിയെന്ന. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമ്മുടെയൊക്കെ ഒന്ന് അവസ്ഥ ആലോചിച്ച് വയ്ക്കും മുബാഷിക്ക. നമ്മളൊക്കെ ഏതെങ്കിലും എല്ലാ കാര്യത്തിലുണ്ടോ? ഒരു കാര്യത്തിൽ നമുക്കൊരു നോട്ടവും ഇല്ല, ഒരു ചിന്തയില്ല. എവിടെന്നെങ്കിലൊക്കെ കിട്ടുക, കഴിക്കുക, കുടിക്കുക. ഒരൊറ്റ ഇബാദത്ത് ചോദിക്കുന്നില്ല, ഉസ്താദെ ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. എങ്ങനെ സ്വീകരിക്കാനാ? നമ്മൾ ദുആ ചെയ്താൽ എങ്ങനെ സ്വീകരിക്കാനാ? ദുആ ചെയ്താൽ സ്വീകരിക്കണമെങ്കിൽ നീ ആദ്യം നിന്റെ ഹലാല് കഴിക്കണ്ടേ, ഹറാം ഒഴിവാക്കണം. ഹലാല് കഴിക്കുകയും കുടിക്കുകയും, നിന്നിട്ടിരിക്കുന്ന വസ്ത്രം, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം, നീ കഴിച്ച ഭക്ഷണം, നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം ഹറാമല്ലേ? 40 ദിവസം നിന്റെ ദുആയ്ക്ക് ഉത്തരമില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രഹസ്യമായ കാര്യത്തിലാണെങ്കിലും പരസ്യമായ കാര്യത്തിലാണെങ്കിലും, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ 25,000 കൊണ്ട് ഞാനിങ്ങനെ ചുമന്നോട്ട് നടക്കാം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയാതെ മുബാശക്കാരുടെ കയ്യിലേപ്പിച്ച് മെമ്പർമാരുടെ കൈ കൊടുക്കാമല്ലോ. പൊതുപ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരല്ലേ, എന്തെങ്കിലും ഒരു വഴിയൊക്കെ ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളും സൂക്ഷിച്ചോണം, പേടിക്കുമ്പോൾ
നിങ്ങളിത് മേടിക്കുമ്പോൾ പ്രത്യേകം അതാണ് ഏറ്റവും വലിയത്. കളയാൻ പറ്റുമോ? കത്തിച്ച് കളയാൻ പറ്റുമോ? ഇതവസ്ഥ. ഇതാണ് പലിശയുമായി ബന്ധപ്പെടുമ്പോഴുള്ള കാര്യം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചെയ്യുന്ന കാര്യങ്ങളുടെ ഭവിഷ്യത്ത് എന്താന്ന് കൂടെ ആലോചിക്കണം. ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും, ചാടിക്കേറി എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങളും ആവശ്യങ്ങളും നടക്കും. പക്ഷേ ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റ് ചെയ്യൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, അള്ളാഹുവിനെ അറിയുക, അവന്റെ നാമവിശേഷണങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുക. 2, തെറ്റുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ, തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഗുണമുണ്ടാകില്ലെങ്കിൽ, മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറാ, നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ചൊന്ന് ചിന്തിക്കണേ. അല്ലാഹ് ആരാണെന്ന് നിങ്ങൾ പഠിക്കണേ. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണേ. ആ പടച്ച റബ്ബിനെ കുറിച്ചൊരു മനുഷ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ രഹസ്യമായ ജീവിതത്തില് അവന് തെറ്റുകൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹ് ആരാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരുപാട് സമുദായങ്ങൾ, ആ സമുദായങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവരെ പാഠം പഠിപ്പിച്ചത്, എങ്ങനെയാണ് അല്ലാഹു അവരെ നന്നാക്കിയത്, ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് സംഭവങ്ങളും ഭയാനകമായ അദാബുകളെ കുറിച്ച് ഖുർആനും ഹദീസും പറഞ്ഞു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ, അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറായാൽ, പടച്ച റബ്ബേ, തെറ്റുകളിൽ നിന്ന് നിനക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്, വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശാ, നിങ്ങൾ വ്യഭിചരിക്കരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുക പോലും ചെയ്യരുത്. ഒരു അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒറ്റയ്ക്കിരിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, ഒരു അന്യ പെണ്ണും ഒരു അന്യ പുരുഷനും ഒറ്റയ്ക്കിരിക്കരുത്. നിങ്ങൾ ഒറ്റയ്ക്കിരുന്നാൽ മൂന്നാമനായി ശപിക്കപ്പെട്ട ഇബ്ലീസ് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു അന്യ പെണ്ണും ഒരു പുരുഷനും ഒറ്റയ്ക്കിരിക്കരുത്. എത്ര അടുത്ത ആൾക്കാരാണെങ്കിലും ഫ്രണ്ട്സുകളാണെങ്കിലും ആരാണെങ്കിലും ഒരു അന്യ പുരുഷനും ഒരു അന്യ പെണ്ണും, വിവാഹബന്ധം ഹറാമായവർ അല്ലാത്തവർ ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ ആര് വരും? മൂന്നാമനായിട്ട് ഇബ്ലീസ് വരും. ഈ രക്തത്തിൽ നരമ്പുകൾ, രക്തമൊഴുകുന്ന നരമ്പുകളിൽ കൂടെ ഇബ്ലീസ് കയറും, നമ്മളെ പിഴപ്പിച്ചു കളയും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പം അത്രയും സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ, പടച്ചവനെ, മോശമായ കാര്യങ്ങൾ അവൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഇവൻ കള്ളു കുടിക്കുന്നവനാ, ഇവൻ വീടി വലിക്കുന്നവനാ, ഇവൻ മോശമായ സ്വഭാവമുള്ളവനാ, ഇവൻ സിനിമയ്ക്ക് പോകുന്നവനാ, ഇവന്റെ കൂടെ പോയാൽ എൻ്റെ നിസ്കാരം പോകും, എൻ്റെ ഈമാൻ പോകും, എൻ്റെ ദുനിയാവും എൻ്റെ ആഖിറവും പോകും. നമുക്കറിയാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ വഴി തന്നെ അടച്ചേക്കാം. നമ്മളൊരാളുടെ കൂടെ ഒരു കാര്യം, അതാ നമ്മൾ ചിലരുടെ കൂടെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അവനല്ലേ, എന്തിനാ സഹോദര? തെറ്റിലേക്ക് അകപ്പെട്ടു പോകുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ഒഴിഞ്ഞു മാറണം. അങ്ങനെ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുന്നവരിൽ പെടുത്തുമാറാകട്ടെ. അപ്പൊ തെറ്റുകൾ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷ്മതയോടുകൂടി ചിന്തിക്കണം. അല്ലാഹ് ഉണ്ട് പടച്ചവൻ, ഞാൻ കാണുന്നില്ലെങ്കിലും അല്ലാഹു ഹാദിരി, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ട്. പടച്ച റബ്ബ് സാക്ഷിയാ, വേറെ ആരുമല്ല, അല്ലയാ സാക്ഷി. അല്ല കാണുന്നുണ്ട്. ആ ഒരു ബോധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് കൈവറയ്ക്കും. ഏത് തെറ്റ് ചെയ്യുമ്പോഴും ഒന്ന് പേടിക്കും. അള്ളാഹിനെ കുറിച്ചുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ അള്ളാഹു ആ ചിന്ത നൽകുമാറാകട്ടെ.
ആദ്യമായിട്ടും മോട്ടിക്കുമ്പോ ഒന്ന് കൈവറയ്ക്കൂലേ? ഇല്ലേപ്പാ? എന്തോ കാക്കമാരെ, ആദ്യം മോട്ടിക്കുമ്പോ ഒന്ന് കൈവറയ്ക്കൂലേ? ശീലമായി കഴിഞ്ഞാൽ പിന്നെ വിറയിലൊക്കെ മാറി. അതാണ് ആദ്യം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു പേടി നമുക്കുണ്ടാകണം. അള്ളാനെ കുറിച്ചൊരു ചിന്ത വേണം. പക്ഷെ നമ്മൾ അള്ളാനെ വളരെ നിസ്സാരമാക്കുന്നവരാ. ഒറ്റ ഉദാഹരണം, വീടിനകത്തിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കാം. വീടിനകത്തിരുന്ന് നിങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദായ ഞാനെങ്ങാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്ന ഓടിച്ചെന്ന് TV ഓഫാക്കി എല്ലാവരും മാറില്ലേ? എന്തപ്പോ ഇങ്ങനെ? നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് സീരിയലോ സിനിമയോ കണ്ടുകൊണ്ടിരിക്കുക. കഥകട ചപ്പഴ പള്ളിയിലെ ഉസ്താദായ ഞാൻ വരുന്നു, പിരിവിന് വരുമ്പോൾ എന്നെ കണ്ടതും, ഞാൻ വരുവാണെങ്കിൽ പിരിവിനെ വരത്തുള്ളൂ, അല്ലാഹുമാറാകട്ടെ, പിരിവിന്റെ ആളല്ലേ ഇപ്പൊ. അപ്പൊ എന്നെ കണ്ട ഉടനെ എന്ത് ചെയ്യാ? എഴുന്നേറ്റ് ഓടുക. പെണ്ണുങ്ങളൊക്കെ തലേ തുണി എടുത്തുകൊണ്ട് അടുക്കളയിൽ പോയി TV നിർത്തി ചാടി എഴുന്നേറ്റ് വന്ന് ഉസ്താദയില്ലേ? ഒരു സാധാരണ മനുഷ്യനായ ഞാൻ കേറി വന്നപ്പോ എന്നെ നിനക്ക് ഇത്ര പേടി അല്ലേ? ഒരു സാധാരണ ആളായ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കയറി വന്നപ്പോ എന്നെ പേടിച്ചിട്ട് നീ ഇത്രയും ചെയ്യുന്നു. എടാ, എങ്കിലും അള്ള കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. എനിക്ക് തന്ന വില പോലും നീ അള്ളാഹ്ക്ക് കൊടുത്തില്ലല്ലോ. എനിക്ക് തന്ന ഒരു വില, എന്നെ പോട്ടെ, നീ വേറൊരാൾ വന്നാലോ? ഒരു സാധാരണ ഒരു മനുഷ്യനായ എനിക്ക് തന്ന ആ ഒരു ബഹുമാനം പോലും, ആ ഒരു സ്ഥാനം പോലും നീ അള്ളാഹ്ക്ക് കൊടുത്തില്ല. നീ എങ്ങനെ രക്ഷപ്പെടും? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതാ ഭയപ്പെടേണ്ടത്. അവിടെയാണ് നാം ഭയപ്പെടേണ്ടത്. അള്ളാഹുവിന് നമ്മൾ ഭയക്കണം. അള്ളാഹുവിന് നമ്മൾ ഭയന്നുകൊണ്ട് പടച്ചവൻ കാണുന്നുള്ള ബോധം. അതുകൊണ്ടാ പറഞ്ഞത്, നീ തെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്തോ, പക്ഷെ അള്ളാഹു കാണാത്ത സ്ഥലത്ത് പോയി ചെയ്യണം. കള്ളു കുടിക്കണോ, വ്യഭിചരിക്കണോ, പലിശ എടുക്കണോ, നീ എന്തു വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എവിടെ പോയി ചെയ്യണം? എവിടെ പോയി ചെയ്യണം? അള്ള കാണാത്ത ഒരു സ്ഥലത്ത് പോയി ചെയ്യണം. അള്ളാഹു പോയി ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം. എവിടെ പോയി ചെയ്യണം? അള്ള കാണാത്ത ഒരു സ്ഥലത്ത് പോയിരുന്ന് ചെയ്തോ. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ഉണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ നമുക്ക് ബോധമുണ്ട് കേട്ടാ, നമുക്ക് ബോധമുണ്ട്, ചുമ്മാ നടക്കല്ല. അള്ളാഹു കാണാത്ത ഒരു സ്ഥലത്തിരുന്ന് വേണം തെറ്റ് ചെയ്യാൻ. അപ്പൊ എവിടെ ഇരുന്ന് ചെയ്താലും അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടാകണം, ലജ്ജയുണ്ടാകണം നമുക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, അൻ അബൂ മസ്ഊദ് റളിയല്ലാഹു തആല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മാ അദ്റക്കൻ നാസു മിൻ കലമിൻ നുബുവ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, പ്രവാചകന്മാരുടെ ആദ്യ കാലങ്ങളിൽ അവർക്ക് ലജ്ജയുണ്ടാവുക. ഏതൊരു വിഷയത്തിലും ലജ്ജയുണ്ടെങ്കിൽ നമുക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങളുടെ വസ്ത്രം കണ്ടിട്ടുണ്ടോ? പണ്ട് ഒരു പെൺകുട്ടി ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം കാണുന്ന ഒരു വസ്ത്രം ഇട്ടുകൊണ്ട് പോകുമ്പോ നാണക്കേട്, അങ്ങനെ പിടിച്ച് ഇല്ലേ, ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളൊരു നാണക്കേട്, ശരീരമൊക്കെ ഇങ്ങനെയൊക്കെ കറക്റ്റ് പിടിച്ചിട്ട് തലേ തുണിയിട്ട് മാറിടം പുറത്ത് കാണിക്കാതെ, കാരണം ആരെങ്കിലും കാണുന്നുണ്ടെന്നുള്ളൊരു നാണക്കേട്, ഒരു ലജ്ജ. ഇന്നോ ഇന്നത്തെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച്. അള്ളാഹു കാക്കുമാറാകട്ടെ. തലയിൽ തുണിയിട്ടിട്ട് പടച്ചോനെ എന്തൊരു സൂക്ഷ്മതയോടുകൂടി. അള്ളാഹു, ഇന്നോ ആരെങ്കിലും ഒരു ഉമ്മ കൊടുക്കുന്നത് കാണാറ് ബസ്സിന്റെ പുറകിലത്തെ സീറ്റിൽ നോക്കിയാൽ മതി. ഇപ്പം ബസ്സിന്റെ കിളിയുടെ പുറകിലുള്ള സീറ്റിലോട്ടൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റൂല. ഓരോ അവസ്ഥകൾ പരസ്യമായി ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലജ്ജയില്ലാതെ പോയി, നാണമില്ല. നാണമില്ലെങ്കിൽ പിന്നെന്തോ ജീവിതം. അല്ലാഹു ഈ മന്ത്രിമാറാകട്ടെ. നാണമില്ലാത്തവനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പണ്ടുള്ളവർ, എന്തിന് പ്രായമുള്ളവരുടെ മുടിയൊക്കെ നമ്മൾ ഒതുക്കി തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ആരും കാണിക്കാതെ ഇങ്ങനെ മുറുക്കിയൊക്കെ എന്തിനാ കാണണ്ട? ഒരു നാണക്കേട്, ലജ്ജയുണ്ടായിരുന്നു. പക്ഷെ ലജ്ജ ഇന്നില്ലാതെ പോയി. ലജ്ജയില്ലാതെ പോകുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ ഇല്ല, മനുഷ്യന്റെ ഹൃദയം മരിച്ചുപോയി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ.
നാണവും മാനവും ഇല്ലാത്തവന് പിന്നെന്താ ഉള്ളത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്ന ഒരു സ്വഭാവം, നല്ല ഗുണമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ രഹസ്യമായാലും പരസ്യമായാലും അള്ളാനെ ഭയന്ന് ജീവിക്കണം. അള്ളാനെ ഭയന്ന് ജീവിച്ചാൽ മാത്രമേ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അപ്പൊ നമുക്ക് തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന മൂന്നാമത്തെ കാര്യം, നിന്റെ ജീവിതത്തിൽ നീ ലജ്ജയുള്ളവനാകണം. ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഗുണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 4 നബി തങ്ങൾ പറയുകയാ, മരണചിന്ത നിനക്കുണ്ടാകണം. തെറ്റിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുന്ന 4ാമത്തെ കാര്യം, മരണചിന്തയും ഉണ്ടാകണം. മോശമായ മരണത്തെക്കുറിച്ചുള്ള പേടിയും നിനക്കുണ്ടാകണം. മോശമായ മരണത്തിന് നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു قال رسول الله صلى الله عليه وسلم اكثروا ذكر هذه اللذات يعني الموت. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിന്റെ മരണത്തെക്കുറിച്ചു, നിന്റെ രസങ്ങളെയും നിന്റെ സുഖങ്ങളെയും നിന്റെ സന്തോഷങ്ങളെയും നിന്റെ കുടുംബത്തിന്റെ സർവ്വ പ്രതീക്ഷകളെയും തകർത്ത് തരിപ്പണമാക്കുന്ന മരണത്തെ നീ അധികമായിട്ട് ഓർക്കുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പടച്ചവനെ, ഞാൻ മരിച്ചു പോകുമെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ നമുക്ക് കള്ളുകുടിക്കാൻ പറ്റുമോ? നമുക്ക് വ്യഭിചരിക്കാൻ പറ്റുമോ? നമുക്ക് അല്ലാഹനെ മറന്ന് നടക്കാൻ പറ്റുമോ? മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, പടച്ചവനെ, മോശമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ, മോശമായ മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ. അല്ലാഹുവേ, ഞാൻ കള്ളുകുടിക്കാൻ പോകുന്ന സമയത്താണ് മരിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ വ്യഭിചരിക്കാൻ പോകുന്ന സമയത്താണ്, ഞാൻ സിനിമാ തിയേറ്ററിനകത്തിരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നതെങ്കിൽ അല്ലാഹ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. റബ്ബേ, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾക്ക് പോകുന്ന സമയത്താണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ അല്ലാഹുവേ, എൻ്റെ അവസ്ഥ എന്താ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പം മരണത്തെക്കുറിച്ച് ഓർക്കണം. ദുർമരണത്തെക്കുറിച്ച് നിങ്ങൾ പേടിക്കണം. മോശമായ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്ക് കടന്നു വന്നാൽ തെറ്റുകൾ ചെയ്യാതെ നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മോശമായ മരണം, ദുർമരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും, ഇപ്പൊ ഞാൻ തന്നെ ഇന്ന് പറഞ്ഞല്ലോ, ബിലാൽ ഉസ്താദിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരിച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹം മരിച്ചു എന്ന് കേൾക്കുന്നവർ പറയുന്നത്, അല്ലാഹു അദ്ദേഹത്തിന് നല്ല ഒരു മരണം കൊടുത്തല്ലോ. അതാ നമ്മൾ പറയുക. ചിലര് മരിച്ചപ്പോ കാരണം ദീനിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ പോയി അൽഹംദുലില്ലാഹ് ജനങ്ങൾക്ക് ദീനിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ട് വരുന്ന വഴിയിൽ മരിച്ചു, രക്ഷപ്പെട്ടല്ലോ. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാൾ മരണപ്പെട്ടു, രക്ഷപ്പെട്ടല്ലോ. ഞാൻ ഇന്നലെ മൊബൈലിൽ ചിന്തിച്ചു, പടച്ചവനെ, മൊബൈലിൽ ഒരു വീഡിയോ കണ്ടു. എൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഗൾഫ് രാഷ്ട്രത്തിൽ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയായി ഇമാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. മുത്തുനബിയുടെ വഫാത്തിനെ കുറിച്ച് ഇങ്ങനെ ഖുതുബയിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വയ്യാതെയായി. ആ പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മിമ്പറിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദമിടറി. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ശബ്ദമിടറിയപ്പോ ഒരാൾ കയറി പിടിക്കാൻ പോകുകയാണ്. അദ്ദേഹം പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ല. പള്ളിയുടെ മിമ്പറിനകത്ത് കിടന്ന് മരണപ്പെട്ടു അദ്ദേഹം. വെള്ളിയാഴ്ച പള്ളിയിൽ നബിതങ്ങളുടെ വഫാത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ പള്ളിക്കകത്ത് ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ മിമ്പറിനകത്ത് നിന്നുകൊണ്ട് തൻ്റെ മുന്നിൽ കൂടിയ ആയിരക്കണക്കിന് വരുന്ന ജുമാ നിസ്കരിക്കാൻ വന്നവരെ സാക്ഷി നിർത്തിയിട്ട് കൈവിരൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ആ മഹാൻ മരണപ്പെട്ടു പോയത്. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇതിനല്ലേടോ മരണമെന്ന് പറയുന്നത്.
ഇതിനാണ് മരണമെന്ന് പറയുന്നത്. കൊതിക്കുകയാ. ആ വീഡിയോ മൊബൈലിൽ കിടക്കുന്നുണ്ട്, യൂട്യൂബിൽ കയറി ആർക്ക് വേണമെങ്കിലും കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു നല്ല മരണം. അൽഹംദുലില്ലാഹ്. ഇപ്പോ മൊബൈൽ എടുത്ത് നോക്ക്, ഞാൻ ഇപ്പോ ഒരു ചിത്രം കണ്ടു. ഒരു ചെറുപ്പക്കാരൻ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണെന്ന് തോന്നുന്നു, വെടിയേറ്റു മരിച്ച ഒരു കുട്ടിയുടെ ജനാസ, അവന്റെ മുഖത്തിന്റെ ഒരു പ്രകാശം. ആ കുട്ടി വെടിയേറ്റ് മരിച്ചു. ആ കുട്ടിയുടെ മുഖത്തിന്റെ ഒരു വെളിച്ചം, അൽഹംദുലില്ലാഹ്, എന്തൊരു പ്രകാശമെന്നറിയോ, എന്തൊരു വെളുത്ത് മുഖമൊക്കെ വല്ലാതെ ചുമന്ന് തുടുത്തിരിക്കുന്ന. കാരണം ഷഹീദല്ലേ. ഷഹീദിന്റെ മുഖത്ത് പ്രകാശമില്ലെങ്കിൽ പിന്നെ ആരുടെ മുഖത്താ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, മുഅ്മിനീങ്ങളോട് എനിക്ക് പറയാനുള്ളത്, തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നീ ഓർത്തുകൊള്ളണം, അള്ളാഹു കാണുന്നുണ്ട്. ഒരു ദിവസം നീ മരിക്കേണ്ടവനാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ മരണപ്പെട്ടാൽ നിന്റെ ദുനിയാവും നിന്റെ ആഖിറവും നഷ്ടപ്പെട്ടു പോകും. ആ ബോധം നിനക്കുണ്ടെങ്കിൽ തെറ്റ് ചെയ്യാതെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ട് പടച്ചവനോട് ദുആ ചെയ്യണം. നമുക്ക് മോശമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം, ദുർമരണങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന മരണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാനുള്ള വഴിയാണ് സദക്ക ചെയ്യുക. ഒരാൾ സദക്ക കൊടുത്താൽ അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ട് നിങ്ങൾ സദക്ക ചെയ്താൽ അള്ളാഹു ദുർമരണങ്ങളിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ പള്ളിയുടെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോ പടച്ചവനെ പല പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്, ചെറുതാകട്ടെ വലുതാകട്ടെ, 1500 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റിന്. ഉസ്താദേ അൽഹംദുലില്ലാഹ്, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ ഉസ്താദേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നിങ്ങൾ ഒരിക്കലും കാണാത്ത ഈ പള്ളിക്ക് വേണ്ടി സദക്ക കൊടുക്കുന്ന ഉമ്മ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരേ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ചറപ്പിന്റെ പള്ളിക്ക് വേണ്ടി, പള്ളി പണിയുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട സമ്പാദിച്ച സമ്പത്തിൽ നിന്നൊരൽപ്പം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമ്പോ അല്ലാഹു തരുന്ന പ്രതിഫലം നല്ല മരണമാണ്, മോശമായ മരണമല്ല. നിസ്കരിക്കുന്ന സമയത്തുള്ള മരണമുണ്ടല്ലോ, ഖുർആൻ ഓതുന്ന സമയത്തുള്ള മരണമുണ്ടല്ലോ, പള്ളിയിലേക്ക് പോകുന്ന സമയത്തുള്ള മരണമുണ്ടല്ലോ, വെള്ളിയാഴ്ച രാവിന്റെ മരണമുണ്ടല്ലോ. പരസ്പരം പൊരുത്തം ചോദിച്ച് തൗബ ചോദിച്ച് അല്ലാഹുവേ തൗബ ചെയ്ത് പടച്ചറപ്പേ തന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും കൂടി നിൽക്കുന്നവർ കേൾക്കുന്ന രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ടുള്ള ഒരു മരണം കൊതിച്ച് നടക്കുന്നവരോട് അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കുന്നത് വെറുതെയാകില്ല, അത് നഷ്ടമാകില്ല. അതുകൊണ്ട് നിനക്ക് അല്ലാഹു നല്ല മരണം തരികയാണ്, ദുർമരണങ്ങൾ അല്ലാഹു തട്ടിമാറ്റുകയാണ്, ഈമാനില്ലാത്ത മരണങ്ങളിൽ നിന്ന് പടച്ചുറപ്പ് നിന്നെ രക്ഷപ്പെടുത്തുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു അടിമയാകുകയാണ്.